ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ എന്താ പറയുക പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റൻ്റന്മാരുടെയും പാത്രം കഴുകുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷെ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ വരേണ്യവർഗത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മാക്ട തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്ട അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു. ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 10-12 വർഷമായിട്ട് വിലക്ക് അനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്യൂ ആയിരുന്നു. പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മാക്ട ഫെഡറേഷൻ, ആദ്യമായിട്ട് മാക്ട ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് 150 രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് 300 ആക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു. ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 2004 ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല, അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവെച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ. അങ്ങനെയാണെന്ന് ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യമെന്നുള്ള പടം ചെയ്തത്. അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് 2008 സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മാക്ട ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത്. അന്ന് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വസ്ഥാനത്തിലും ഒരു സംഘടനാ നേതൃത്വസ്ഥാനത്തിലും ഇല്ല, എൻ്റെ സിനിമയുമായിട്ട് പോവുകയായിരുന്നു. എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന്. എന്നു മാത്രമല്ല, ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു, സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാക്ട ഫെഡറേഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അന്ന് മാക്ട ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് 4 ലക്ഷം രൂപ എന്ന് ഫൈൻ അടിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ട് ആ 4 ലക്ഷം കൂട്ടതേ ഉള്ളൂ, കുറച്ചില്ല. ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു. ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിൻ്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത്.
അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് 2017 അതിൻ്റെ വിധി വരുന്നത്. അന്ന് ഞാൻ തെളിയിച്ചതാണ്.